കൂടുതൽ പൈസ വേണം നോക്കെ. അപ്പോൾ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുള്ളത്. ഈ സമയത്ത് സാധാരണ എണീക്കലില്ല. നേരെ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിലെ വീട്ടിൽ അടിപൊളി ഒരു മജ്ലിസ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നേരെ ആ മജ്ലിസിൽ ടി വി ഫിറ്റ് ചെയ്യണം. ടി വിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലോ കേബിളെല്ലാം വലിക്കാനുണ്ട്, നെറ്റിൻ്റെ കേബിളെല്ലാം വലിക്കാനുണ്ട്. ഞാൻ സാധാരണ നെറ്റിൻ്റെ പണിയൊന്നും എടുക്കലില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാം, എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഏറ്റെടുത്ത്. അന്നേരം ഇപ്പം നെറ്റിൻ്റെ കേബിൾ വലിക്കണ്ടെങ്കിൽ അവിടെ പൈപ്പെല്ലാം ഇടണം. അവസാനം മജ്ലിസെല്ലാം ഫിനിഷായി. ഇനിയിപ്പോൾ താഴെ ടൈല് വെക്കുന്നതെല്ലാം പരിപാടി നടക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ അടിയിലോട്ട് പൈപ്പ് ഇടേണ്ട പരിപാടിയുണ്ട്. അന്നേരം അതിന് വേണ്ടി പൈപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ്. അന്നേരം ചെറിയ വ്ളോഗെല്ലാം ആക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ടി വി ഫിറ്റ് ചെയ്യുന്ന പരിപാടിയും അതെല്ലാം കൂടി നല്ല അടിപൊളി വലിയ മജ്ലിസും സെറ്റപ്പാണ്. അന്നേരം അതെല്ലാം കാഴ്ചകൾ കാണാം. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ഡെയിലി സാധനം എടുക്കുന്ന ഷോപ്പിൽ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ സാധനം എടുക്കൽ. സാധനം ആയിരിക്കാവോ? आज लेके आओ. डालो. ज्यादा करके छोड़ो, बाहर कर दो. पूरा डाल दिया, पूरा वायर कर देगा. ये कितना पीस है एक में? ये 20 पीस है. 20 पीस. अभी 100 मीटर हो गया. हाँ हो गया, 100 मीटर. अभी इसका जॉइंट बेंड दियो. वालेकुम सलाम. ठीक है. ഭയങ്കര ആവേശമാണല്ലോ വീഡിയോ എടുക്കുന്നതായിട്ട്. बांग्लादेश. बैंड 6 पीस दे. हाँ उठाए ना. हाँ जिप्सम बोर्ड में प्लम्बर पूरा आटे में काम कर रहा है. सॉकेट अभी कितना पीस हो गया? 40 पीस में 20 पीस चाहिए है ना? सॉकेट दे दो. हाँ सॉकेट. और एडेप्टर चाहिए. एडेप्टर उसका क्या है? एडेप्टर लास्ट लगाते हैं ना? हाँ वो भी रखो. എല്ലാ പണിയെടുക്കാം നമുക്ക്. പണിയില്ലാത്ത എല്ലാ പണിയെടുക്കുന്ന കേട്ടോ. അതുകൊണ്ടാ. അപ്പോൾ നമ്മൾ സാധനം എടുത്ത് വണ്ടിയിൽ വെച്ച്, വലിയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ശരിക്കും കണക്ക് ഈ വണ്ടി പണ്ടേ വേണ്ടതാ. ടി വി എല്ലാം കൊണ്ടുപോകാൻ, എന്ത് കൊണ്ടുപോകാൻ ഈ വണ്ടി അടിപൊളിയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ സാധനം എടുത്ത് കണ്ട പൈപ്പെല്ലാം അടിപൊളിയായിട്ട് നിന്നിട്ട് നേരെ പോകാം. ആദ്യമായിട്ട് പണിയെടുക്കുന്ന കേട്ടോ. ഈ പൈപ്പിൻ്റെ പണി ആദ്യമായിട്ട് എടുക്കുന്ന. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പരിപാടി. കണ്ട അടിപൊളി മജ്ലിസിലാക്കിയിട്ട് അവിടെയാണ് പരിപാടി. ഈ സമയത്ത് നല്ല സുഖമുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടും വന്ന് നല്ല തണുപ്പും, എന്താ സുഖം. അപ്പോൾ പൈപ്പ് കൊണ്ട് പൈപ്പ് ഇട്ട് കൊടുക്കട്ട്. പൈപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേറെ അപ്പം മേടിക്കലിവിടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൈപ്പ് ഇടാൻ തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പിട്ട് വരുന്നത് ഇവിടം വരെ ഇട്ട്. ഇപ്പോഴെപ്പിടി ഫോണ് ഇപ്പോൾ പിടിച്ചാൽ യാർ പിടിച്ചാൽ മതി. അങ്ങോട്ട് വാ. അങ്ങോട്ട് ലൈവ് ഞാൻ ഇങ്ങനെ നോക്കി. തളർന്നു പോയി പണിയെടുക്കാത്തതുകൊണ്ട്. ഇങ്ങനത്തെ പണി അധികം എടുക്കാത്തതുകൊണ്ട് തളർന്നു. ഇനി നമുക്ക് ഇതിലൂടെ പൈപ്പ് വഹാബായി നമ്മുടെ കൂടെയുണ്ട്. വഹാബായും ഞാനും കുറേ വർഷമായി ഇവിടെ. എത്ര വർഷമായി? 20 കൊല്ലമായി. ഞാൻ 17 വർഷം. ഇത് നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. ഇത് നമ്മളൊരു കഫീൽ പോലെ തന്നെയാണ് ഈ വീടും. നമ്മൾ പണ്ടേ ഇവിടെ അല്ലേ താമസിച്ച് ഫുഡ് കഴിച്ച്. ഒരാൾ ടൈലിൻ്റെ പണിയെടുക്കുന്നുണ്ട്.
2 അവരെ കൊണ്ട് പൊട്ടിപ്പിച്ച്, കാരണം അവർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു 2-3 പീസ്. അത് ഞാൻ പൊളിപ്പിച്ച് എന്നിട്ട് പൈപ്പിട്ട്. ഇനി പ്രശ്നമില്ല, പൈപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാം. അല്ല ഇത് ഇളകിയാ അതുണ്ട് ഇന്ന് ഇളകിപ്പോയേട്ടാ, അത് ഫിക്കാകട്ടെ. അപ്പം ഇതാണ് പുതുക്കിപ്പണ്ട്. ടി വിയാ? ഇല്ല, പെട്ടെന്നാവും. ഹായ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുതുക്കിപ്പണിത മജ്ലിസ്. ഇതാണ് നമ്മളെ ടി വി സ്റ്റാൻഡ്. ഇതാണ് ടി വി. എന്താ വലിയ വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. സാംസങ്ങിൻ്റെ ടി വിയാണ് ഇത്. ഓൾറെഡി ആടെ ഞാൻ ഫിറ്റാക്കി, അത് ശരിയാകുന്നില്ല, കാരണം വയറൊന്നും കുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു സ്റ്റാൻഡ് കൊണ്ടുവന്ന്, വലിയ സ്റ്റാൻഡാണ് കേട്ടോ. കാരണം ഈ ടി വി താങ്ങേണ്ടതുകൊണ്ട് ഇത് ഏകദേശം 100-110 വരെ വെയിറ്റ് താങ്ങും. കുറച്ച് റേറ്റ് ഉണ്ട്, നാട്ടിൽ ഏകദേശം ഒരു 10,000 റുപ്യ ഉണ്ട് ആ സ്റ്റാൻഡിന് മാത്രം. 110 കിലോ അത് താങ്ങും. കൊഞ്ചം നല്ലത് വാങ്ങിച്ചു. അത് 450 റിയാൽ. പൈസ ഉണ്ട്. ടി വി എന്തെങ്കിലും ആയാൽ ഈ ടി വിക്കും വലിയ ഇതാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം റുപ്യ വരും തോന്നുന്നു നാട്ടിൽ ടി വിക്ക് നല്ല റേറ്റ് വരും കേട്ടോ, സാംസങ്ങിൻ്റെ. ഇന്നലെ ഇവിടെ നമ്മൾ ഫിറ്റാക്കട്ടെ കേട്ടോ, വഹാബായി ഹെൽപ്പിനുണ്ട്. മൊത്തത്തിൽ ഞാൻ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 100 ടി വി എന്തായാലും ഫിറ്റാക്കിയിട്ടുണ്ടാവും. അതിൽ 100 ടി വിയിൽ 2 ടി വിയും ആണ് പൊളിഞ്ഞത്. ഫിറ്റാക്കുമ്പോൾ പൊളിഞ്ഞതല്ല, ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് വണ്ടി ഒരു ഇതെടുത്ത് ചാടി, അന്നേരം പൊളിഞ്ഞത്. അന്നേരം വെറുതെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ 2 ടി വി ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പം വരുന്ന ടി വികൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വലിയ ടി വിയും അതിൻ്റെ ഈ സാധനം എന്താ, ഈ പാനൽ സ്ക്രീനിൻ്റെ ഇതുണ്ടാവില്ല, തടിയുണ്ടാവില്ല, തൊട്ട് കഴിഞ്ഞാൽ പൊടിയാവും. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിലെല്ലാം പോയിട്ട് ഇങ്ങനെ ടി വി ഫിറ്റാകുന്ന സമയത്ത് ജസ്റ്റ് പൊട്ടെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ നമ്മളെ നിർത്തി വാങ്ങിക്കും കേട്ടോ. കാരണം മിനിമം നാട്ടിലൊരു 50,000 റുപ്യ ഉണ്ടാവും ഒരു ടി വി. നമുക്കിത് ഫിറ്റാക്കി എത്രയാണ് കിട്ടുക? ആകെ ഒരു 100 റുപ്യ കിട്ടും, 100 റിയാൽ. ഭയങ്കര ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വലിയ ടി വി ഫിറ്റാക്കണം. ഇതിപ്പോൾ എത്ര വെയിറ്റ് എന്ന് പറയാം, 2 ആളൊന്നും പോരാ, 3 ആൾ വേണം എന്തായാലും. ഇതിന് കണക്കായിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ടി വി ഭയങ്കര ഇതാണ്, വെയിറ്റും കുറവാണ്. പക്ഷേ എങ്കിൽ ഇതേ തന്നെ ഇത് പൊട്ടിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേറെ ഉള്ളിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതാണ് സംഭവം. ഒരു വീട്ടിൽ ചെറിയ സ്റ്റാൻഡുമേൽ ഇതേപോലെ വലിയ ടി വി ഫിറ്റ് പണി കൊടുത്തത്. അതായത് ഞാൻ ഫിറ്റാക്കി വന്ന് എന്നിട്ട് വേറെ അത് ടി വി ലേശം മുകളിലോട്ട് വെക്കണം. അന്നേരം വേറെ ആരോ ഒരു എന്തിൻ്റെയോ പണിയെടുക്ക ആൾ വന്ന് അവർ പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അന്താൾ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുകയും ചെയ്തു. ടി വി പൊളിഞ്ഞ്. എന്നിട്ട് അന്താളോട് പൈസ വാങ്ങി, അവരെ കൊടുക്കുന്ന പൈസന്ന് കട്ടാക്കി എന്ന് പറഞ്ഞു. ചെയ്യണം അത് എന്താണെന്ന് പറഞ്ഞ് ഞാൻ ശരി പണി തരാന്ന് അവര് ഇവിടെ പിടിച്ചിട്ട് തള്ളി. അന്നേരം ഇവിടുന്ന് എന്നിട്ട് എന്താ ഇതിന്ന് കട്ടാക്കി അങ്ങനെ പറഞ്ഞു കേട്ടോ. ഡ്രൈവർ പറഞ്ഞു അത് പുതിയ ടി വി, വലിയ പൈസന്റെ ടി വി, 4,000 റിയാല്. அது எவ்வளவுக்கு அவங்களுக்கு அப்படி இருந்தாலும் இந்த இவன் பணிக்காரனுக்கு தானே பெரிய நஷ்டம். அவனுக்கு எத்தனை மாசம் சம்பளம் போயிருக்கும். அது நல்லது. ഇത് വലിയ സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റാൻഡ് തന്നെ ഇതാ വെയിറ്റ് നോക്ക്. നല്ല വെയിറ്റ് സ്റ്റാൻഡ് ഫിറ്റ് പണിയാൻ അടിപൊളി. ഇത് നല്ല ഇതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡാണ് നമ്മൾ ഫിറ്റാക്കാൻ പോകുന്നത്. ഈ സ്റ്റാൻഡ് ഫിറ്റാക്കി നമുക്ക് അടിപൊളി സുഖമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി ഇതിന് കണക്കായിട്ടുള്ള ടി വിയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബേക്കിൽ ടി വി എടുക്കണം. ടി വി എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്നലെ ഒരു
നെറ്റ് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നു. ഒരു കേബിൾ കുത്താൻ വേണ്ടി നമ്മൾ വന്ന് കഷ്ടപ്പെട്ട് ടി വി എടുക്കാണ്ട് തന്നെ 3 ആൾ വേണം. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇതേപോലെ പൊട്ടിയാൽ പോയി, ടി വി പോയി. അതുകൊണ്ട് ഈ സ്റ്റാൻഡ് നമ്മൾ സെറ്റാക്കി കൊടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഫിറ്റാക്കുന്നത്, വലിയ സ്റ്റാൻഡ്. वॉल के साथ देने के लिए बोला अभी मैं जो खेमा बनाया ना ये बोला इसके ऊपर वेट मत रखिए वॉल के साथ. हाँ टीवी है ना वो वॉल का साथ गया लगाता है. मैं कल भी लगाया ना वॉल का साथ लगाया क्योंकि इसमें ज्यादा वेट हाँ, आएगा. मालूम है मेरे को. ये मैं देखो मैं बड़ा वाला लगाया. वही बोला मेरे को अभी बोला कि हाँ वो मेरे को देख के फोटो அவன் பறிஞ்சேன் தான் போனேன். இது வந்து பாரம் தாங்காது தானே போட். हाँ वो போட் അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഫിറ്റാക്കി. സ്റ്റാൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുണ്ട് ബാലൻസ് ഉണ്ട്. ടി വി ഫിറ്റാക്കുന്നതിനെക്കാട്ടി കഷ്ടപ്പാട് സ്റ്റാൻഡ് ഫിറ്റാക്കി. വലിയ സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ടി വി എടുക്കാൻ പോകുന്നുണ്ടോ. नहीं नहीं उधर से ऊपर करो, ये पकड़ के ऊपर करो. नहीं तो टूटा है. उधर से உள்ள பிடிக்காம என்ன हाँ இப்ப சரியா हाँ यानी अड़ील पिടിച്ചോ. தாள பிடிக்காம अभी नीचे पकड़ो, नीचे यहाँ पे. हाँ ताल पिടിച്ചോ. सही है. फर्स्ट നമുക്ക് താഴല്ലേ தாள தாள கூட नीचे. मोड़ रोकने ताल हाँ सही है भाई. हाँ सही है. छोड़ दूं. हाँ छोड़ दो बैठ गए ना हाँ बैठ गया. बैठ गया ये सही है. അപ്പോൾ ഇത് ലോക്ക് ആക്കിയിട്ട് ഇതാക്കിയ ശരി. ലോക്കാക്ക വസ്തു ലോക്കാക്ക വെച്ചു. भाई इधर भाई 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 ये वाला ऐसा डाउन है. ये वाला इसे देखो, ये वाला ऐसे ऊंचा, ये वाला डाउन है. देखिए वो सही करेगा, वो तो मुश्किल नहीं है. அட்ஜஸ்ட் பண்ணலாம் அவன் நீங்க கூட பண்ணி मुश्किल नहीं है. वो तो adjustment फर्क नहीं लगा अभी. में देखते पहले कैसा सीधा करेगा. देखो इस साइड में देखो. इस ओके वो तो मुश्किल नहीं है, वो भी सीधा करेगा, वो भी करेगा, मुश्किल नहीं है. நீங்க ஆணியை ஃபிட் பண்ணி இல்லையோ हैं? அந்த ஆணியை ஃபிட் பண்ணி இல்லையா அவங்க अभी देखो, अभी उधर से सीधा देखो. ഇപ്പോ എങ്ങനെയുണ്ട്? ಇಲ್ಲ ഇപ്പൊ അവിടെ പക്കം മോള ജാസ്തി ഇവിടെയാ? ഓ ഇവിടെ മോള ജാസ്തി തട്ടാവണ. ആ ആ ആ ഓക്കെ ഓക്കെ ഇപ്പോ ഓക്കെയാ? पकड़ो भाई. അപ്പോൾ ഫൈനലി നമ്മൾ ടി വി ഫിറ്റാക്കി കേട്ടാ. എന്താണ് കുറേ ടൈം എടുത്ത്. ലെവലാകുന്നില്ല, പക്ഷെ ആടത്താന്ന് ഇടപ്പൊന്ന് ആടത്താന്ന്. അപ്പോൾ ഫൈനലി ഫിറ്റാക്കി. ഓ ബൈ. சரியா விஷயத்தை செஞ்சு தந்தாள் ஆமா ஆமா എന്താണ് കുറേ കഷ്ടപ്പെട്ട് ഇനി നമ്മൾ സാധനങ്ങൾ பணியிருந்தா விடுங்க பணியிருந்தா ഇത്ര വലിയ പണി വേണ്ട, ஆமா ഇത്ര പെരുസ് പണി വേണ്ട. பணி அப்படித்தான் பிரிச்சு வரும் சின்னது வரும் பணி அப்படி അന്നേരം നമ്മൾ ബാക്കി സാധനമെല്ലാം എടുത്ത് വെക്കട്ടെ. അടിപൊളി. അപ്പോൾ ഇവർ മജ്ലിസിൽ ഇതാ ഇതേപോലത്തെ സാധനം വാങ്ങിച്ചിട്ട് ഇതിവരെ ഒരു പണ്ടത്തെ ഗവയും ചായയെല്ലാം വയ്ക്കുന്ന ഒരു ട്രഡീഷണൽ സാധനമാണ്. അന്നേരം ഇവർ ഇത് പഴയ കണ്ട പൂജ ഇതിവർ വൃത്തിക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ അതിൻ്റെ മുകളിൽ സെറ്റാക്കും. അടിപൊളി. നമ്മുടെ മജ്ലിസിൻ്റെ കാഴ്ചയും കൂടി ഒന്ന് കാണിച്ചതാ. ഇതാണ് മജ്ലിസ് കേട്ടോ. വലിയ പൈസ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മളൊരു വീടെടുക്കേണ്ട പൈസ വേണം ഇവർ മജ്ലിസ്. അതിനെക്കാട്ടിയും കൂടുതൽ പൈസ വേണം ഒന്നൊക്കെ. അടിപൊളി സെറ്റപ്പാക്കിയിട്ട് മജ്ലിസെല്ലാം സെറ്റപ്പാക്കാൻ വേണ്ടി ഇവർ പൈസ നോക്കൂല കേട്ടോ. ആരായാലും ഒരു പൈസ എടുത്ത് ചാടും. ഓറെ ഫാദറാണ് കേട്ടോ അത്. പെട്ടെന്ന് പണിയെടുത്ത്. ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ ഈ മജ്ലിസിൽ എപ്പം ഫുഡ് ഉണ്ടാവും, 30 ദിവസവും ഫുഡ് ഉണ്ടാവും. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാവും. അതാണ്
മജ്ലിസിൻ്റെ സെറ്റപ്പ്, AC മുകളിൽ 2 അടിപൊളി. ഇത് ചുമരല്ല കേട്ടോ, ചുമരിന് മൊത്തം ഒരു തുണി പോലത്തെ സാധനം അടിച്ചതാണ്. അതിൻ്റെ അടിയിൽ സ്പോഞ്ച്, അതിൻ്റെ അടിയിൽ പ്ലൈവുഡ്, അതിൻ്റെ അടിയിൽ ചുമര്, അങ്ങനെ സെറ്റപ്പാക്കിന്. അടിപൊളിയാണ്. ഡോറ് അടച്ചേക്കാം. ഓക്കെ, പുറത്ത് അടിപൊളി സെറ്റപ്പാക്കിന് വെള്ളം വീണത്. അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാനവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് കേബിൾ ഓണത്തിന് അതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയ വിശേഷം വീഡിയോയിലെടുത്തതാണ്. അന്നേരം അടുത്ത അടിപൊളി വീഡിയോ കാഴ്ചകളായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.